വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഉഡായിപ്പ് ഡിജിറ്റൽ ഓയിൽ പെയിന്റിംഗ് ആണ്. ദേ ഇതുപോലെ. അപ്പൊ നമുക്ക് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് റിമൂവ് BG എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഡയറക്റ്റ് ഫോട്ടോ അതിൽ തന്നെ അവർ തന്നെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ തരും. കണ്ടില്ല ഔട്ട്പുട്ട്. അപ്പോൾ ജസ്റ്റ് താഴെയുള്ള ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു ഫോട്ടോ PNG ഫോർമാറ്റ്, അതായത് സ്റ്റിക്കർ ഫോർമാറ്റിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി, അതായത് ഒരു ഓയിൽ പെയിന്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ബ്രൗസറിൽ ഡിജിറ്റൽ പെയിന്റിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് ഓക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങളിന്ന് നിങ്ങളുടെ പിക്ചറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സിലുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റെമിനി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഒന്ന് ഒരു പെയിൻറ്റിങ് രീതിയിലേക്ക് ആക്കിയെടുക്കും. അപ്പോൾ അതിന് ഞാൻ മുമ്പുള്ള ഈ വീഡിയോയിലൊക്കെ ചെയ്തുള്ള പോലെ തന്നെ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ നേരെ പെയിൻ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോ. അതിന് ശേഷം ഈ ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇതിന് നിങ്ങളായിട്ടൊരു ആഡ് കാണേണ്ടി വരും. അപ്പോൾ ആ ആഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഫോട്ടോയുടെ ഏകദേശം ഒരു പെയിൻറ്റിങ് രീതിയിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഡയറക്റ്റ് മേലെ സേവ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് ഓട്ടോഡെസ്ക് സ്കെച്ച് ബുക്ക് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മുടെ ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ ഓർഡിനറി ഇമേജ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മുകളിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ന്യൂ സ്കെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സൈസ് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് സൈസിനെ സെലക്ട് ചെയ്ത് ഓക്കെ ഇതൊന്ന് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ഇമ്പോർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാം. അത് കൊടുത്ത് നമ്മുടെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പോൾ ഡ്രോയിങ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ മേലെ ടിക്ക് കൊടുത്തതിന് ശേഷം ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ബ്രഷിനെ കുറിച്ച് തന്നെ ആദ്യം പരിചയപ്പെടുത്താം. അപ്പോൾ ബ്രഷിൻ്റെ ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ ആ ബ്രഷിൻ്റെ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്മഡ്ജ് എന്ന ടൂൾസ് കിറ്റ്, അതായത് ആ ഒരു ബ്രഷ് കിറ്റിൽ രണ്ടാമത്തെ ബ്രഷ്, അതായത് സ്മഡ്ജ് ഫ്ലാറ്റ് ബ്രഷ് 3. അപ്പോൾ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ ശേഷം പാക്ക് അടിക്കുക. ഇതിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഈ ഒരു ബ്രഷിൻ്റെ ഐക്കണിൻ്റെ മേലെ ഞെക്കി നോക്കുമ്പോൾ ബ്രഷിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ആവുന്നത് കാണാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്ലോ ഒരു 50% വെച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അതുപോലെ തന്നെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ബ്രഷിൻ്റെ സൈസാണ്. അപ്പോൾ എത്രയും സ്മോൾ സൈസിൽ വരയ്ക്കുന്നോ അത്രയും ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഫോട്ടോ കിട്ടും. ഏകദേശം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ഒന്ന് സൂം ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്മഡ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മറ്റുള്ള കളറിലേക്ക് പോകാതെ തന്നെ ബ്രഷ് സൈസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സ്മഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്യും തോറും നമ്മുടെ ഫോട്ടോ നമ്മളൊരു ഡ്രോയിങ്ങിൻ്റെ സ്റ്റൈലിലേക്ക് മാറുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കാണുക. ഈ താടി അങ്ങനത്തെ ഡീറ്റെയിൽഡ് ഭാഗം വരുമ്പോൾ ബ്രഷ് സൈസ് നന്നായി കുറയ്ക്കുക. അപ്പോൾ ആ ഒരു ഹെയറിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നിങ്ങൾ
സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് മാത്രം ഡ്രാഗ് ചെയ്യുക. അതായത് ആ ഒരു ബിയേഡിൻ്റെ ഭാഗവും താടിയുടെ ഭാഗവും വരുമ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒരു ഹെയർ ഫീലിംഗ് തോന്നണ പോലെ ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സൈസും ഫ്ലോയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ചെയ്തു തുടങ്ങുക. നിങ്ങൾ ബ്രഷിൻ്റെ സൈസ് കൂട്ടുക. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഏകദേശം നമ്മൾ ഓൾമോസ്റ്റ് ഒരു പെയിൻറ്റിങ് രീതിയിലേക്ക് തന്നെ ഫോട്ടോ ആയി വരും, ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ രീതിയിലേക്ക്. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോൾ ഒന്നുകൂടി പെർഫെക്ഷനിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സ്ട്രോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഏതാണ് നിങ്ങൾക്ക് ഭംഗി തോന്നുന്നത് ആ രീതിയിൽ സ്ട്രോക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മീശയുടെ ഭാഗമാണ് ചെയ്യുന്നത്. അപ്പോൾ മീശയുടെ ഭാഗം നിങ്ങൾ ആ സ്ട്രോക്സ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ആ ഒരു എങ്ങനെയാണോ മീശയുടെ ഒരു ലൈൻസ് ഉണ്ടാവുക അത് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾക്ക് ആരുടെ ഫോട്ടോ വേണമെങ്കിൽ ഇതേപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കളേഴ്സിലേക്ക് മാക്സിമം കൈ കൊള്ളാതെ നോക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് പറ്റുന്ന ഒരു രീതി അതിനെ തടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ട്രോക്സ് ഇട്ട് പോവുക കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു താടി അങ്ങനത്തെ ഡീറ്റെയിൽഡ് ഭാഗങ്ങൾ കഴിയുന്നതായിരിക്കും. പിന്നീട് ഇതിലൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റെമിനി ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെത്തേഡ്, അതായത് ഇങ്ങനെ ഈ രീതിയിലൊരു വരച്ചെടുക്കുന്ന മെത്തേഡ് ഒരിക്കലും നമുക്ക് നല്ല പോയിന്റഡ് ആയിട്ട് ചെയ്യേണ്ട സ്ഥലങ്ങൾ പറ്റില്ല. അതായത് ഐസ് അതുപോലെ തന്നെ ലിപ്സ് ഒന്നും ഇതുകൊണ്ട് ഒരു പോസിബിൾ ആയില്ല. ലിപ്സ് പിന്നെയും ചെയ്യാവുന്നതാണ്, പക്ഷെ ഐസ് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറയും. ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഡ്രോയിങ്ങിൻ്റെ മൊത്തം ചായ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ റെമിനിയിൽ അങ്ങനെ ഒരു മെത്തേഡ് ചെയ്തിട്ട് ഇതിനൊരു പെയിൻറ് രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ റഫായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഫോട്ടോ ഒരു ഓയിൽ പെയിൻറ് രീതിയിലേക്ക് മാറുന്നതായിരിക്കും. ഏകദേശം നമ്മുടെ ഒരു താടി മീശ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുക. ഫേസിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ കളേഴ്സ് മാറുന്നതനുസരിച്ചിട്ട് ആ കളേഴ്സിനെ നല്ല സ്മഡ്ജ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഡാർക്ക് കളർ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഡാർക്ക് കളറിനൊന്നിങ്ങനെ സ്മഡ്ജ് ചെയ്തിടുക. അതുപോലെ ഇവിടെയൊക്കെ അങ്ങനെ ഒന്ന് സ്മഡ്ജിങ് കയറ്റി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ അതിൻ്റെ ഒരു നല്ലൊരു രീതിയിലേക്ക് തന്നെ മാറും, ക്ലിയർ പെയിൻറ് രീതിയിലേക്ക്. ഈ ഐസ് ഐബ്രോസിൻ്റെ അവിടേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കയ്യിനൊന്ന് എത്തിച്ചാൽ മതി, അധികം ഡീറ്റെയിൽ വരയ്ക്കേണ്ട. കളേഴ്സ് ആവശ്യമുള്ളിടത്തുനിന്ന് മെല്ലെ നമ്മളതൊന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു രീതി. മറ്റുള്ള കളേഴ്സ് ഇതിലേക്ക് സ്മഡ്ജായി വരുമ്പോൾ ഉടനെ തന്നെ അത് അണ്ടു അടിച്ചിട്ട് വീണ്ടും വരച്ചു കൊടുക്കുക. അവിടെ ഫേസിൻ്റെ ഏകദേശം ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ ഒരു തലയിലുള്ള ആ ഒരു ഭാഗം ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബ്രഷിൻ്റെ ഫ്ലോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് റഫായിട്ട് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ ഇതേപോലെ ആയിരിക്കും ഡ്രോയിങ്ങിൻ്റെ. അപ്പോൾ ഞങ്ങളിതിൽ കൂടുതൽ ഡീറ്റെയിലും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ബ്രഷിൻ്റെ സൈസല്ല ഫ്ലോ ഒന്ന് ഫുള്ളാക്കിയതിന് ശേഷം സൈസ് കുറച്ചിട്ട് ഇതേപോലെ അങ്ങനെ ഷെയ്ഡിങ്സും ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ നിങ്ങളുടെ ഡ്രോയിങ്ങിൻ്റെ ഒറിജിനാലിറ്റി കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഒന്നുകൂടി ഒരു പ്രോ ടിപ്പ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഡ്രോയിങ് കാണിക്കാത്ത ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഞാനൊന്ന് സ്മഡ്ജ് ചെയ്തിട്ട് തന്നെയുള്ളൂ. നമ്മൾ ഫേസിൽ എന്താണോ ചെയ്ത് അതേ ഡീറ്റെയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഇനി ഒരു പ്രോ ടിപ്പ് എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഡ്രോയിങ് കൂടുതൽ ഒന്നുകൂടി ഒറിജിനാലിറ്റി ആക്കാൻ നിങ്ങൾ ബ്രഷ് സെലക്ട് ചെയ്തതിന് ശേഷം
നമ്മൾ ഒരു മുകളിലേക്ക് ചെന്നാൽ ഒരു ലെഗസി എന്ന് പറഞ്ഞിട്ടൊരു ബ്രഷ് കാണാം. അതിൽ ഇങ്കിങ് പെൻ ആ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് വേണ്ട ഭാഗങ്ങളിൽ ജസ്റ്റ് ഓരോ സ്ട്രോക്സ് ഇട്ട് കൊടുക്കുക. ഏത് കളറിലാണോ വേണ്ടത് ആ ഒരു കളറിൽ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിലിംഗ് വേണ്ട ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അവിടെ ജസ്റ്റ് ഇതേപോലെ സ്ട്രോക്സ് ഇട്ട് കൊടുത്ത് വെക്കുക. ഇവിടെയൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് ആ ഒരു ഡ്രോയിങ്ങിലുള്ള പോലത്തെ ഒരു ബ്ലാക്ക് ലൈൻസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതേപോലെ ഡീറ്റെയിൽ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ മുമ്പ് ചെയ്ത അതേ രീതി തന്നെ നമ്മുടെ ബ്രഷ് സെലക്ട് ചെയ്യുക. അതായത് സ്മഡ്ജിൽ നിന്നുള്ള ആ ഒരു രണ്ടാമത്തെ ബ്രഷ്. അതിനുശേഷം ഈ ഒന്ന് സ്മഡ്ജ് ചെയ്യുക. ജസ്റ്റ് ഒരു 25% മാത്രം. അപ്പോൾ കൂടുതൽ ആ ഒരു ഭാഗത്ത് ഡീറ്റെയിലിംഗ് കൂടുതൽ കിട്ടും. നിങ്ങളുടെ ഈ ഐബ്രോസിലാണെങ്കിലും എന്തിനാണെങ്കിലും ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളൊരു ഫൈനൽ ടിപ്പ് എന്ന രീതിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഫസ്റ്റ് ഓപ്ഷൻ അതിൽ ഷെയർ കൊടുത്ത് സേവ് ടു ഡിവൈസ് കൊടുക്കുക.